വർഷം ഞാൻ സാധാരണ പറയാറുള്ളത് ഭാവി അറിയാൻ വീണ്ടും ജോത്സ്യനാവേണ്ട കാര്യമില്ല, യൂറോപ്പിലൊക്കെ നോക്കിയാൽ മതി എന്നുള്ളതാണ്. കാരണം ഇത് നമുക്ക് വളരെ സിമ്പിൾ, നമുക്ക് കുറച്ച് എളുപ്പമാണ്. ഈ കേരളത്തിൽ നിന്നുകൊണ്ട് നമുക്കിതിനെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇതൊക്കെ പുതിയതല്ല, ഈ സാധനമൊന്നും പുതിയതല്ല. ഇതെല്ലാം പിന്നെ വർഷങ്ങൾക്ക് മുമ്പേ, പതിറ്റാണ്ടുകൾക്ക് മുമ്പേ യൂറോപ്പിൽ പരീക്ഷിച്ച സാധനമാണ്. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിക്കാൻ നോക്കിയാൽ മാത്രമേ. അപ്പോൾ ഇതിൽ ഒരുപാട് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞുകൊണ്ട് മാരേജ് വേണ്ട, മാരേജ് എന്ന് പറഞ്ഞ സംഭവം തന്നെ മോശമാണ്, അത് സ്ത്രീയെ അടിച്ചമർത്താനുള്ളതാണ്, അത് സ്ത്രീയെ പിന്നെ വല്ലാതെ പിന്നെ കൂട്ടിലടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം. അത് ഇപ്പം മലയാള സിനിമകളിലൊക്കെ മെയിൻ പ്രമേയം അതാണ്. കുടുംബത്തിൽ അനുഭവിക്കുന്ന ഉണ്ട്, സ്ത്രീകൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ അതിനെ ജനറലൈസ് ചെയ്ത് അവതരിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ പരിഹാരം എന്താ? നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ജീവിക്കുക, ലിവിങ് ടുഗദർ, കോഹാബിറ്റേഷൻ. ഇത് ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് യൂറോപ്പിൽ വന്നത് 1970-കളിലാണ്. 70-കളിൽ വന്ന് അവിടെ എന്ത് സംഭവിച്ചു? റിസൾട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ടെസ്റ്റ് അവിടെ ചെയ്ത് കഴിഞ്ഞു, റിസൾട്ടും വന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ റിസൾട്ട് എന്താണെന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഒരുപാട് തരത്തിലുള്ള റിസൾട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, നമ്മൾ സാധാരണ വിവാഹത്തിന് പ്രശ്നമായിട്ട് പറയല് ഫിസിക്കൽ അബ്യൂസാണ്, ഗാർഹിക പീഡനം. നമുക്ക് പഠനങ്ങൾ ഈ ലിവിങ് ടുഗദർ കപ്പിൾസിലും അല്ലാതെ വിവാഹിതരായ കപ്പിൾസിലും നടത്തിയ പഠനങ്ങൾ കാണാൻ പറ്റുന്നത് ലിവിങ് ടുഗദറിലുള്ള കപ്പിൾസിന് എത്രയോ ഇരട്ടിയാണ് ഫിസിക്കൽ അബ്യൂസ്, ആണ് പെണ്ണിനെ മർദ്ദിക്കുന്നത്. അതിൻ്റെ കാരണം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സൊസൈറ്റിയുടെ പ്രൊട്ടക്ഷനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി. അവിടെ അബ്യൂസീവ് ആണ് പുരുഷനെങ്കിലും അബ്യൂസ് ചെയ്യാൻ കുറെ റെസ്ട്രിക്ഷൻസ്. നാളെ പെണ്ണിന്റെ ഉപ്പയും ആങ്ങളെയും വരും, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ അത് ഉള്ളത് കൊണ്ട് തന്നെ ആ അബ്യൂസ് കുറവാണ്. പക്ഷെ മറ്റടുത്ത് 2 ഇൻഡിവിജ്വലുകളേ ഉള്ളൂ, ചോദിക്കാനും പറയാൻ ആരുമില്ല, അവിടെ പുരുഷൻ അബ്യൂസീവ് ആകുന്നു. ഇത് ഒരു കാര്യം. പിന്നെ ഇവരുടെ വെൽബീങ്, മെന്റൽ വെൽബീങ്, അതിനെക്കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. വിവാഹിതരായവരാണ് എത്രയോ ഇരട്ടി ഹാപ്പിയർ. ഇനി കുട്ടികൾ, ഇതിലൂടെ കുട്ടികളുണ്ടാവുമല്ലോ, കുട്ടികളുടെ അവസ്ഥ എന്താണ്? ഈ ഇങ്ങനെയുള്ള ലിവിങ് ടുഗദർ കപ്പിൾസിന് ജനിക്കുന്ന കുട്ടികൾ, അവരെ ആങ്സൈറ്റി, ഡിപ്രഷൻ, പലതരത്തിലുള്ള ആന്റി സോഷ്യൽ ബിഹേവിയേഴ്സ്, ഇതൊക്കെ പോകുന്നു. കാരണം പാരന്റിങ്ങിന്റെ പ്രശ്നമാണ്. മറ്റടുത്ത് അതിന് വളരെ താരതമ്യേന കുറവാണ്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ സിംഗിൾ മദേഴ്സ്. ഇത് ഈ പറഞ്ഞ സാധനം ഒരു ടെമ്പററി സെറ്റപ്പ് ഉണ്ടാകും, കുറച്ച് കഴിയുമ്പോൾ അതിട്ട് പിരിഞ്ഞു പോകും. അത് ആണിനാണ് ഈ പരിപാടിയിൽ സുഖം. അതായത് ഇപ്പോ ഇന്റർകോഴ്സ് നടത്തുന്നു, പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഉള്ള സംഗതിയാണ്. ഈ പിന്നെ ഫെമിനിസ്റ്റുകളാണ് ഇതിനു വേണ്ടി വാദിക്കാം. അതേ സമയത്ത് ഇതിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ഈ പറഞ്ഞ ഏത് ഇതായാലും ഇതിന്റെ മേൽക്കോയ്മ ഉണ്ടാക്കുന്നത് ആരാണ്? ഇതിലൊക്കെ ലാഭം കൊയ്യുന്നത് പുരുഷനാന്നുള്ള കാര്യം. അതല്ല, യഥാർത്ഥത്തിൽ ഇതൊരു പിന്നെ സ്ത്രീപക്ഷവാദികൾ വാദിക്കേണ്ടത് നേരത്തെ പറഞ്ഞ മാതിരി ഈ പൊളിറ്റിക്സിന് വേണ്ടി അല്ല യഥാർത്ഥത്തിൽ വാദിക്കേണ്ടത്. ഞാൻ ഇപ്പോൾ ഈ ലിവിങ് ടുഗദറിന്റെ കേസ് ഇങ്ങനെ എടുത്താൽ ഇത് ഇനി ജെൻഡർ പൊളിറ്റിക്സിന്റെ കേസ് നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ റിസൾട്ട് വന്നു തുടങ്ങി, അല്ലെങ്കിൽ അത് നമുക്ക് വായിക്കാൻ കിട്ടും. അതേപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ഏത് വിഷയങ്ങളാണെങ്കിലും, ഗേ മൂവ്മെന്റുകളാണെങ്കിലും, ട്രാൻസ്ജെൻഡറിസ് ആണെങ്കിലും, ഇങ്ങനെയുള്ള എല്ലാത്തിനും